സ്വന്തം ഭാര്യയുടെ സീറ്റിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിൽ അദ്ദേഹം മറ്റെല്ലാം മറന്നുപോയെന്ന് തോന്നുന്നു. എല്ലാം മറന്നുപോയി. അദ്ദേഹം ആളുകളെ അപമാനിക്കുകയാണ്. ജി സുധാകരന്റെ ഇന്നലത്തെ പോസ്റ്റ് വളരെ ഗൌരവമുള്ള ഒന്നാണ്. കേരളത്തിൽ മന്ത്രിമാരിൽ ഏറ്റവും അഴിമതി നടത്താത്ത ഒരു മന്ത്രിയാണെന്നുള്ള പേരുള്ള ആളാണ് അദ്ദേഹം. PWD വകുപ്പ് കൈകാര്യം ചെയ്തിട്ടും ഒരാരോപണം അദ്ദേഹത്തിന്റെ പേര് ഞങ്ങളാരും ഉന്നയിച്ചിട്ടില്ല. പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ജനങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യനായ വ്യക്തിയാണ്. 63 വർഷം പാർട്ടി പ്രവർത്തിച്ചു. സ്വന്തം കുടുംബത്തിലൊരു രക്തസാക്ഷി വരെയുണ്ട്. ആ കുടുംബത്തിൽപ്പെട്ട അദ്ദേഹത്തെ 42 വർഷത്തോളം സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ടായ അദ്ദേഹത്തെ അപമാനിച്ച് പാർട്ടി സെക്രട്ടറി അവഹേളിച്ച് നടപടി ശരിയല്ല, ഒരിക്കലും ശരിയല്ല. അത് ഞങ്ങളൊക്കെ രാഷ്ട്രീയമായി എതിർക്കുന്ന ആളാണ്. അദ്ദേഹവുമായി രാഷ്ട്രീയ എതിർപ്പുള്ള ആളാണ്. ഞങ്ങളൊക്കെ മുഖാമുഖം നിന്ന് പോരാടുന്നവരാണ് ആലപ്പുഴ ജില്ലയിൽ. പക്ഷെ ഞങ്ങളാരും ഇന്ന് വരെ ജി സുധാകരനെതിരെ ഒരു ആക്ഷേപവും പറഞ്ഞിട്ടില്ല. പക്ഷേ MV ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പൊ എന്താ പറ്റിയെന്നറിയില്ല. സ്വന്തം ഭാര്യയുടെ സീറ്റിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിൽ അദ്ദേഹം മറ്റെല്ലാം മറന്നുപോയെന്ന് തോന്നുന്നു. എല്ലാം മറന്നുപോയി. അദ്ദേഹം ആളുകളെ അപമാനിക്കുകയാണ്. സുധാകരനെ പരിഗണിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിലല്ലേ അദ്ദേഹം പരിഹസിച്ചത്. അപ്പൊ സുധാകരനെ പോലെ ആളിനോട് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ജനങ്ങളുടെ പിന്തുണയുള്ള ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നേതാവാണ് ജി സുധാകരൻ. അല്ല, അതൊക്കെ അദ്ദേഹം തീരുമാനിക്കാം. ഞങ്ങള് അദ്ദേഹവുമായിട്ട് ഒരു ചർച്ച ഇതുവരെ നടത്തിയിട്ടില്ല. തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹം തീരുമാനിക്കാതെ ഞങ്ങളൊരു അഭിപ്രായം ആ കാര്യത്തിൽ പറയുന്നത് അനുചിതമാണ്. അത് ഞങ്ങൾ പറയില്ല. എല്ലാവർക്കും ജാമ്യം കിട്ടിക്കഴിഞ്ഞു അല്ലേ? 4 പേരുണ്ട്. അവർക്കും വൈകാതെ കിട്ടും. ഞാൻ ആദ്യം മുതലേ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിലെ പ്രതികളെ സംരക്ഷിക്കാൻ വളരെ ബോധപൂർവമായ നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഒരു പാർഷ്യലായിട്ടുള്ള കുറ്റപത്രമെങ്കിലും കൊടുക്കാമായിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ അങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത്. അതുപോലും കൊടുക്കാതെ മുഴുവൻ പ്രതികൾക്കും സ്വാഭാവിക ജാമ്യം കിട്ടുന്ന തരത്തിലേക്ക് കുറ്റപത്രം വൈകിച്ചത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ്, അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ്. ഇപ്പൊ എല്ലാവരും പുറത്തായല്ലോ. ഇനി ബാക്കിയുള്ളവരും വൈകാതെ പുറത്തിറങ്ങും. അല്ല, PK ശശിയുടെ പേരിൽ CPM എന്തെങ്കിലും നടപടിയെടുത്തായി എനിക്കറിയില്ല. അവരുടെ പാർട്ടി കോടതി ഒരു നടപടിയെടുത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. CPM അന്വേഷണം പ്രഖ്യാപിച്ചു, പാർട്ടി കോടതി വെച്ചു, എന്നിട്ട് ഒരു നടപടിയെടുത്തില്ല. പരസ്യമായി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തതായിട്ട് ഞങ്ങൾക്കറിയില്ല. അദ്ദേഹത്തിന്റെ പേരിൽ എന്തെങ്കിലും കേസ് നിലനിൽക്കുന്നതായിട്ട് ഞങ്ങൾക്കറിയില്ല. തരം താഴ്ത്തി ഉയർത്തുകയൊക്കെ ചെയ്യുന്ന അവരുടെ കാര്യം. PK ശശിയുടെ അത് കഴിഞ്ഞിട്ടാണ് ഇവർ KTDC ചെയർമാനാക്കിയത് അല്ലേ? ഇതേ പാർട്ടിയും ഇതേ ഗവൺമെന്റും അല്ലേ PK ശശിയെ KTDC ചെയർമാനാക്കിയത്? അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കുറ്റവും നിയമപരമായോ അല്ലാതെയോ നിലനിൽക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് CPM തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. അല്ല, ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. PK ശശി അവിടുത്തെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കട്ടെ, അപ്പോഴല്ലേ ഞങ്ങൾ ആലോചിച്ച് പറയുന്നത്. ഞങ്ങളിതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ.